അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഇപ്പോൾ ന്യൂസിലൊക്കെ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്ന അർജുനെ കുറിച്ച് സംസാരിക്കാൻ തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. മുമ്പൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ചെറിയൊരു വിഷയങ്ങളൊക്കെ അറിയിക്കണമെന്ന് തോന്നി, ആയതുകൊണ്ടാണ് മറ്റൊരു വീഡിയോ ആയിട്ട് ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത്. അതായത് അർജുനെ സംബന്ധിച്ച് ഇപ്പോൾ 2.5 മാസത്തോളമായി ഈ ഒരു സംഭവം നടന്ന് ഇപ്പോഴാണ് ആ ലോറി അവിടെ കിട്ടിയതും അദ്ദേഹത്തിൻ്റെ മൃതശരീരം എടുക്കാൻ വേണ്ടി കഴിഞ്ഞതും. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഓർമ്മിക്കാനുള്ള ചില ആൾക്കാരുണ്ട്. ഇതിന് നല്ലോണം സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഉണ്ടായിരുന്ന കുറേ ആൾക്കാരുണ്ട്. ഇത്രത്തോളമായിട്ട് അവിടെ തന്നെ ഉണ്ടായിട്ടും അതിൻ്റെ കാര്യങ്ങളൊക്കെ തുടർന്നു പോയ കുറേ ആൾക്കാരുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് അത് ആ ഒരു ലോറിയുടെ ഓണറായിട്ടുള്ള മനാഫ് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചിട്ടാണ്. കാരണം അദ്ദേഹം നല്ല രീതിയിൽ അദ്ദേഹം കഷ്ടം വന്നിട്ടുണ്ട്, നല്ലോണം പാടുപെട്ടിട്ടുണ്ട് ഈ ഒരു സംഭവത്തിന്. അദ്ദേഹം ആ ഒരു ലോറിയെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആദ്യം മുതൽ തന്നെ നല്ലോണം ശബ്ദിച്ചിട്ടുമുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്ന ചില വാക്കുകളൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഒരു ഉടമയ്ക്ക് ഉണ്ടാവേണ്ട എല്ലാ ക്വാളിറ്റിയും അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു ക്ലിപ്പ് നിങ്ങൾക്ക് ഇവിടെ ഇട്ടുതരാം. അദ്ദേഹം സംസാരിക്കുന്നതായ ചില ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാം. അതൊന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും അദ്ദേഹം എത്രത്തോളം ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത്. നിങ്ങൾക്ക് സ്ക്രീനിലൂടെ ഒരു ക്ലിപ്പ് ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാം. ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഒരാൾ ഒരു കാര്യത്തിന് ഉറച്ച് മുന്നോട്ടേക്ക് പോയാൽ അതിൻ്റെ ഉത്തരാണ് ആ കാണുന്നത്. ഓൻ്റെ മോൻ്റെ അടുത്ത് എത്തിക്കണം എന്നുള്ളതിൻ്റെ ഒരു ആഗ്രഹം, വാശിയേനും. ആ വാക്ക് ഞാൻ പാലിച്ച്, ഓൻ്റെ അച്ഛനക്ക് കൊടുത്ത വാക്കുണ്ട്, ഓൻ ഇങ്ങോട്ടിട്ട് വരുള്ളൂ. അത് നമ്മൾ പാലിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഓനുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞതാണ്, അത്രമാത്രം പരിക്കൊന്നും ഉണ്ടാവില്ല, അത് പരിക്കില്ല. നിങ്ങൾക്കറിയാലോ, ഞാൻ എല്ലാവരോടും പറഞ്ഞാണ് ക്യാബിൻ്റെ ഉള്ളിൽ ഉണ്ടാവും എന്നുള്ളത്. ഓൻ ആ ക്യാബിൻ്റെ ഉള്ളിലുണ്ട്. മനാഫിനെ സംബന്ധിച്ച് അതിവൈകാരികമായിട്ടുള്ള ഒരു സമയത്ത് കൂടിയാണ് കടന്നു പോകുന്നത്. സ്വാഭാവികമാണ്, അദ്ദേഹത്തിന് വാക്കുകൾ കിട്ടുന്നില്ല, അതിൻ്റെ വാക്കുകൾ മുറിഞ്ഞു പോകുന്നുണ്ട്. ഒരിക്കൽ കൂടി ചോദിക്കട്ടെ, പലതരത്തിലുള്ള ആരോപണങ്ങൾ, പലതരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഇവിടെ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന സമയത്തിലൂടെ നിങ്ങൾ കടന്നുപോയി. അങ്ങനെ പല രീതിയിൽ മനാഫിനെ കുറിച്ചുള്ള വാർത്തകൾ വന്നു. അപ്പോഴൊക്കെ പറഞ്ഞിരുന്ന കാര്യം, എനിക്ക് അർജുൻ്റെ കുടുംബത്തിനോട് ഒരു കൃത്യമായൊരു മറുപടി തരണം, എൻ്റെ വാഹനത്തിലാണ് അർജുൻ ജോലിക്ക് ഇറങ്ങിയിരുന്നത്, അവിടെ വെച്ചാണ് കാണാതായത് എന്നാണ്. ഇപ്പോൾ കൃത്യമായി തന്നെ നമുക്ക് അത് അവരോടൊക്കെ പറയാനുള്ള മറുപടിയല്ലേ ആ വാഹനത്തിന് ആ കാണുന്ന ഭാഗങ്ങൾ? തീർച്ചയായിട്ടും അവർക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അർജുന ഒരു വിശ്വാസമുണ്ട് നമ്മളെ മുകളിൽ. ഓൻ എന്ത് പറ്റിയാലും ഓൻ്റെ വീട്ടിലെത്തിക്കും എന്നുള്ളത് ആ വാക്ക് നമ്മൾ പാലിച്ചിരിക്കണം. ഇനി ഓൻ്റെ വീട്ടിലേക്ക് ആ ഒരു ലെവലിലെങ്കിലും ഓൻ്റെ വീട്ടിൽ ഓനെ എത്തിക്കും തീർച്ചയായിട്ടും. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രയാസപ്പെട്ടിരിക്കണം ഞാൻ. പല ആളുകളും പലതും പറഞ്ഞു, വണ്ടി കിട്ടാനാണ്, അർജുന കിട്ടാനല്ല. ആ വണ്ടി ഞാൻ ഇപ്പം പറയുന്നു, ആ വണ്ടി ജസ്റ്റ് പൊന്തിക്കുക, അതിന്ന് ഓനെടുക്കുക, ആ വണ്ടി അവിടെ തന്നെ ഇട്ടേക്ക്. നമുക്ക് ആ വണ്ടി വേണ്ട, ആ മരവും വേണ്ട, ഒന്നും വേണ്ട. ജസ്റ്റ് ആ വണ്ടി അവിടെ നിന്ന് പൊന്തിക്കുക. ഓനെ അതിൻ്റെ ഉള്ളിൽ നിന്ന്, ആ ക്യാബിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെ ഇറക്കണം എന്നപ്പോൾ അവർ ആലോചിക്കുന്നത്, ഫയർഫോഴ്സ് ടീം. ഓനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇറക്കുക. ആ വണ്ടിയോ നമുക്ക് ഇനി ഒരിക്കലും ആവശ്യമില്ലാത്ത കാര്യമാണ്. ഓനെ മതിയായിരിക്കും. ഒരാൾക്ക് അർജുൻ്റെ അച്ഛന് കൊടുത്ത വാക്ക് നമ്മളിപ്പോൾ ഇവിടുന്ന് പാലിക്കുകയാണ്. എന്ത് സംഭവിച്ചെന്ന് കൃത്യമായി തന്നെ അവരോട് നമ്മൾ പറയുകയാണ് അല്ലേ? തീർച്ചയായിട്ടും ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് നോക്കാം. എന്തായാലും ഇതിൻ്റെ ഉള്ളിലില്ല. ഇന്ന് പോലും ഈ ഒരു മണിക്കൂർ മുന്നേ പോലും ഞാൻ ഇനി മുട്ടാത്ത വാതിലുകളില്ല. പല ആളുകളോടും ഞാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കേനും വേറെ എന്തെങ്കിലും രൂപത്തിൽ ഇന്ന് ഒരു സംശയം ഉണ്ടായിരുന്നു, ഡർജർ ഇന്ന് പണി നിർത്തിപ്പോകുന്നു. അങ്ങനെ നിർത്തിപ്പോവുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിൽ സ്വന്തം പൈസ ചിലവാക്കിയിട്ട് പോലും ഇന്ന് കൊണ്ടുവരാമെന്നുള്ളത്, ഞാൻ എന്തായാലും ഇതിന്ന് പിന്നോട്ടേക്ക് ഇല്ലേനും, ഞാൻ ഒരിക്കലും പിന്നോട്ട് പോകില്ല എന്ന് പറഞ്ഞതാണ്. അപ്പം അതിനൊന്നും ആവശ്യം വന്നില്ല. പടച്ചോൻ സഹായിച്ചിട്ട് ഇന്ന് തന്നെ കിട്ടി. പടച്ചോനോട് നന്ദി പറയണേ. സോ നിങ്ങൾ കേട്ടല്ലോ, ഇത്രയും ആത്മാർത്ഥതയോട് ഉള്ള ഒരാളെ ഞാൻ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. കാരണം അത്രയും ആത്മാർത്ഥതയായിട്ടാണ് അദ്ദേഹം അവിടെ നിന്നതും അവിടുത്തെ കാര്യങ്ങളിലൊക്കെ തുടർന്ന് പോയിക്കൊണ്ടിരുന്നത്. ആയതുകൊണ്ട് നമ്മളും നമ്മുടെ കടമകളൊക്കെ ഇതുപോലെ നിറവേറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ബാധ്യതകളുണ്ടോ അതൊക്കെ നമ്മൾ ഇതുപോലെ, ഇപ്പോൾ ആ മനാഫിനെ ഉദാഹരണമായിട്ട് ഞാനിവിടെ വെച്ചതിൻ്റെ കാരണം തന്നെ അദ്ദേഹം നല്ല രീതിയിൽ ഇതിനു വേണ്ടി കഷ്ടം വന്നിട്ടുണ്ട്. നമ്മൾ ആരും ഇദ്ദേഹത്തിനെ മറക്കാൻ പാടില്ല. ഇദ്ദേഹം എത്രത്തോളം കഷ്ടം വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ആദ്യം മുതൽ തന്നെ അവിടെ നിന്നും അതിൻ്റെ കാര്യങ്ങളിൽ എല്ലാത്തിലും അദ്ദേഹം തുടർന്ന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും പല രീതിയിൽ നമ്മൾ മറ്റുള്ളവർക്ക് സഹായം ചെയ്യാൻ നോക്കുക. ഒരിക്കലല്ലെങ്കിൽ ഒരിക്കൽ നമുക്കത് തിരിച്ചു കിട്ടുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ഇത് നിങ്ങളുടെ
മൈൻഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും പ്രത്യേകമായിട്ട് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അവർക്ക് മനസ്സിന് സമാധാനം കിട്ടാനും അതിനെ താങ്ങാനുള്ള ശേഷിക്ക് വേണ്ടി എല്ലാവരും ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു നല്ലൊരു വീഡിയോ നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.